ദേവാമൃതം. ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഡോക്ടർ കുടമാളൂർ ശർമാജി അവർകളാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്തേ ശർമാജി, നമ്മളിപ്പം രാശികൾ, അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ 12 രാശികളായിട്ടുള്ള വർഷഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇടവ രാശിയെക്കുറിച്ചുള്ള ഫലങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇടവ രാശി എന്ന് പറയുമ്പം കാർത്തിക അവസാനത്തെ 3/4 ഭാഗം, അതുപോലെ തന്നെ രേവതി, മകീരം അവസാനത്തെ രോഹിണി പകുതി. അതെ. അപ്പം നമുക്ക് ആദ്യം കുടുംബത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ? വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ രാശിപ്പെട്ടവർക്ക് 2024 മെയ് 1 മുതൽ ലഗ്നവ്യാഴം പ്രവേശിക്കുന്നു. അത് ഗുണകരം അല്ല. അതോടൊപ്പം തന്നെ ശനിഗ്രഹവും ദോഷകരമായിട്ട് നിൽക്കുന്നു. പഠനത്തിൽ ഉത്സാഹക്കുറവുകൾ വരാം. അതുപോലെ പഠനവേളകളിൽ രോഗമോ ആവൽസന്ധികളോ മനഃപ്രയാസങ്ങളോ വന്ന് പഠനത്തെ പിന്നാക്കം കൊണ്ടുപോകുന്ന വിഷയങ്ങൾ വരാം. പഠന തടസ്സങ്ങളും പഠന വിഘ്നങ്ങളും, പഠനം മാറി സ്കൂൾ കോളേജ് തലങ്ങൾ മാറി പഠിക്കേണ്ടതായ അവസ്ഥകളോ താമസ സ്ഥലം മാറി നിൽക്കേണ്ടതായ അവസരങ്ങളോ, പ്രധാനപ്പെട്ട പഠന പരീക്ഷാ വേളകളിൽ ഏതെങ്കിലും ശാരീരിക മാനസിക പ്രയാസങ്ങൾ കുടുംബത്തിലോ അവനോനോ ഒക്കെ വരുന്നത് കൊണ്ടാകാം. അല്ലെങ്കിൽ വിനോദങ്ങളിലേക്കുള്ള താല്പര്യം, ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ക്രമീകരിക്കുകയും ഒക്കെ ചെയ്താൽ കുറേ ദോഷവശങ്ങളുള്ളത് ഈ വിദ്യാർത്ഥികൾക്ക് മാറിക്കിട്ടും. ഇപ്പോഴേ നോക്കിയാൽ മതി. ജനുവരി മുതൽ നോക്കിയാൽ മെയ് മാസം മുതൽ ജൂൺ മുതൽ അടുത്ത അധ്യയന വർഷത്തേക്കിന് ഒരു നിശ്ചലാവസ്ഥ, ഒരു സ്തംഭനാവസ്ഥ കാണുന്നു. ആ സ്തംഭനാവസ്ഥ മറികടക്കാൻ ഇപ്പോഴേ ഉള്ള ഒരു ഭാഗീരഥ പ്രയത്നം നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്കും ഒരു താൽക്കാലിക നിയമനങ്ങളോ താൽക്കാലിക ജോലികളോ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ളതോ ലഭിക്കാം. എപ്പോഴും ആ ചെയ്യുന്ന ജോലിയിൽ ഇതൊരു ഉറപ്പുള്ള ജോലി അല്ലല്ലോ, എപ്പം വേണമെങ്കിലും പറഞ്ഞു വിടാം, അല്ലെങ്കിൽ അതിനകത്തൊരു ആത്മാർത്ഥത വരുന്നില്ല. പക്ഷേ അങ്ങനെ കാണരുത്. പിൽക്കാലങ്ങളിൽ സ്ഥിരമാക്കിയേക്കാവുന്നതും ഗുണകരമായേക്കാവുന്നതും അതിൽ നിന്ന് വരുമാനങ്ങൾ ഉണ്ടായേക്കാവുന്നതും ഇപ്പോൾ ചെയ്യുന്ന ജോലികളുടെ മെറിറ്റ്, കഴിവും യോഗ്യതയും പരിശ്രമവും കണ്ടുകൊണ്ടുള്ള മേലധികാരികൾ എഴുതിയിട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് പുതിയ നിയമനങ്ങൾ വേക്കൻ്റ് വന്നാലും ഇല്ലെങ്കിലും കിട്ടാൻ അർഹതയുള്ളതും ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നിരാശാജനകമായ ഒരു രീതിയിലേക്ക് വരുന്നതുകൊണ്ട് ഇത് ഏത് ജോലിയായിരുന്നാലും ഈ രാശിപ്പെട്ടവർക്ക് ഒരസന്ദിഗ്ധാവസ്ഥ ഒരു ഉന്മേഷമില്ല. അതുകൊണ്ട് ഒരു വർഷത്തിൽ തന്നെയല്ല ഒരാളുടെ ഫലം നിൽക്കുന്നത്. എന്നാൽ ഈ വർഷത്തിൽ നാം പരിപാലിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഉറച്ച് പാറ പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ചെയ്യുന്ന ഓരോ നിമിഷവും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക. പ്രതിഫലം മാത്രം നോക്കാതെ കൂടുതൽ വർക്ക് ചെയ്യുക. അങ്ങനെ കമ്പനിക്കും നമ്മുടെ മേലാവിലും ആത്മാർത്ഥമായിട്ട് സഹകരണം ചെയ്തു കൊടുക്കുന്ന ഒരു രീതി, ഒരു കാഴ്ചപ്പാട് വരുത്തേണ്ടതാണ്. ഈ ഗ്രഹനിലക്കാർക്ക് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് അതിനുള്ള ഒരു ഉത്സാഹം കാണുന്നില്ല എന്നാണ്. പക്ഷേ ഉണ്ടാകണം എന്നാണ് നമുക്ക് ജ്യോതിഷ പ്രവചനത്തിലൂടെ പറയുന്നത്. അങ്ങനെ ചെയ്താൽ ഭാവിയിലേക്ക് ഗുണകരമായ രീതിയിൽ മെയ് 1 മുതലുള്ള വ്യാഴമാറ്റവും അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥകളും ഒക്കെ ഗുണകരമാവും. നിഷ്ക്രിയരായി നിരാലംബരായി വൈമനസ്യത്തോടുകൂടി താൽക്കാലികമാണല്ലോ എന്നൊന്നും വിചാരിച്ച് ഇരിക്കരുത്. അവിടെ ഗുണകരമായേക്കാം. അതുകൊണ്ട് വളരെ കർമ്മോത്സുകരായിട്ട് നിൽക്കണം എന്നാണ് ഈ ജ്യോതിഷപരമായിട്ട് പറയാനുള്ളത്. സമസ്ത മേഖലകളിലുള്ള തൊഴിലാളികളും ഉദ്യോഗസ്ഥരും അതിൽ അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്നവരും കായിക രംഗത്ത് നിൽക്കുന്നവരും സാമൂഹ്യ പ്രവർത്തകരും എന്ന് വേണ്ട എല്ലാവരും കൂടുതൽ ആത്മാർത്ഥതയോടു കൂടി നിൽക്കേണ്ട ഒരു വർഷമാണ് 2024. പ്രത്യേകിച്ച് മെയ് മാസം മുതൽ ഈ വർഷം മുഴുവൻ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഭാഗീരഥ പ്രയത്നത്തോടു കൂടിയും ആത്മാർത്ഥതയോടു കൂടിയും
നിൽക്കണമെന്നാണ് ലഗ്നവ്യാഴം സൂചിപ്പിക്കുന്നത്. വ്യാഴാഴ്ച പ്രാർത്ഥനകൾ, ഒരിക്കലുകൾ, വ്യാഴഗ്രഹ പ്രീതികൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ മതപ്രകാരമുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ഉണ്ട്. അത് വ്യാഴാഴ്ച ആക്കി ശനിയാഴ്ച ആക്കി എടുത്താൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഈ ഒരിക്കലും ദാനവും കാരുണ്യ പ്രവർത്തനങ്ങളും ദർശനങ്ങളും ദേവാലയ ദർശനങ്ങളും ഒക്കെ ഇപ്രകാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. 2025 നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു കാലം വെച്ചിട്ടുണ്ട്. അത് ഈശ്വരകൃപയാൽ നമുക്ക് ദേവാമൃതത്തിലൂടെ വരുന്ന വർഷം ഇതേ സമയത്താവും. അതുവരെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വലിയ പ്രതിഫലങ്ങളോ വലിയ വാഗ്ദാനങ്ങളോ ഒന്നും മോഹന വാഗ്ദാനങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി ജോലി ചെയ്യുക. നമ്മുടെ ജോലി അതിൻ്റെ കൂലി നമ്മുടെ വരമ്പത്ത് കിട്ടും, ഉറപ്പാണ്. ഇപ്രകാരം വ്യാഴപ്രീതിയൊക്കെ ചെയ്യുക, കാരുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. നന്ദി ശർമാജി. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക, ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജി അവർകളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.